ആദ്യം തന്നെ ഇത് കാണുമ്പോൾ എന്താണെന്ന് വിചാരിക്കൂലേ? ഇതൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം സവോളയും കുറച്ച് പെരിഞ്ചീരകവും കൂടി കേട്ടോ. ഇന്നത്തെ കൂട്ടാൻ്റെ മെയിൻ താരങ്ങളാണ് ഇത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മിക്സിയുടെ ജാറാണ്. അപ്പോൾ ഇന്ന് കൂട്ടാൻ വെക്കുമ്പോൾ വിചാരിച്ചു ഇന്ന് ഈ ഒരു വീഡിയോ അങ്ങോട്ട് ഇട്ടാലോ എന്ന്. അപ്പോൾ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇതാ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മതിയല്ലോ നമുക്ക്. അപ്പോൾ കുറച്ച് അധികം എടുത്ത കാരണം കുറച്ച് ഞാനിത് മാറ്റി വെക്കാം കേട്ടോ കൂട്ടുകാരെ. ഇന്നത്തെ കൂട്ടാൻ മത്തിയാണ്. അതിലെ വലിയ വലുപ്പമുള്ള കുറച്ച് വലിയ വലുപ്പമുള്ള മത്തിയൊക്കെ ഞാനിങ്ങോട്ട് പെറുക്കി മാറ്റി വെക്കുകയാണ്. അപ്പോൾ 2 കഷ്ണം എടുത്ത് വറക്കും ചെയ്യാലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല മണത്തിനൊക്കെ കറിക്കും മീൻ വറുത്തതിനൊക്കെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചേരുവയാണ് ഇനി ചേർക്കാൻ പോണത് കേട്ടോ. അപ്പോൾ വലിയ മത്തിയൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. കുറച്ച് മതി കറി വെക്കാൻ കേട്ടോ കൂട്ടുകാരെ. ഇനി നമുക്ക് ഈ മത്തിയൊക്കെ ഒന്ന് വരയിട്ട് വെക്കാം. അപ്പോൾ ഞാൻ അതിന് കുറച്ച് മത്തിയൊക്കെ മാറ്റി വെച്ചതിന് അതൊന്ന് വരയിട്ട് കാണിച്ചു തരാം കേട്ടോ കൂട്ടുകാരെ. പിന്നെ ഇനി വരയിട്ടതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി സവോള പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പേസ്റ്റാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് എല്ലാം ഈ മീനിലേക്ക് ആവശ്യത്തിനുള്ള കൂട്ട് മാത്രം കേട്ടോ. അതിനുള്ള പാകത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് ഉപ്പും പൊടിയൊക്കെ എടുത്താൽ മതി പാകത്തിന്. അപ്പോൾ ഇത് നമ്മുടെ വറുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മസാല തേച്ച് വെക്കാം. ഇതിൽ പ്രത്യേകിച്ച് വേറെ വെള്ളമോ വിനാഗിരിയോ പിന്നെ വെളിച്ചെണ്ണയൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് കുഴക്കുകയാണെങ്കിൽ അത്രയും നന്ന്. പക്ഷെ ഞാനതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ വെറും ഈ ഒരു മസാലയിലും മീനിനിറങ്ങുന്ന വെള്ളവും ഒക്കെ കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വേറെ വെള്ളത്തിൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല. അങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നമ്മുടെ കൈയ്ക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അതിന് കുഴച്ച് എടുത്ത് വരുന്നതിനുള്ള ടേസ്റ്റ് നമ്മൾ അപ്പോൾ അറിയും കേട്ടോ. വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി ഒരു മുളക് പൊടിയുടെ ആവശ്യം വേണമെന്ന്. അങ്ങനെ കുറച്ച് മുളകും പൊടിയും കൂടെ എടുത്തിട്ട് ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കൂട്ടുകാരെ. പിന്നെ ഉപ്പുണ്ടോ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. മുളകും പൊടി ആയാലും മഞ്ഞൾപ്പൊടി ആണെങ്കിലും ഉപ്പാണെങ്കിലും കൂടിപ്പോയാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. ടേസ്റ്റിൻ്റെ വ്യത്യാസങ്ങൾ കാണിക്കും. അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഉപ്പൊക്കെ പാകത്തിനാണ്. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാനിത് വറക്കാൻ ഉപയോഗിക്കുള്ളൂ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ മത്തി ഞാനിതാ കൂട്ടാൻ വെക്കാനുള്ള തീരുമാനത്തിലാണ്. അങ്ങനെ 4 പച്ചമുളകും ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് കഴുകി വൃത്തിയാക്കി ഒന്ന് മുറിച്ച് മാറ്റാം. ഇനി വേണ്ടത് എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി ആ പേസ്റ്റില്ലേ ആ ഒരു പേസ്റ്റിനെയാണ് ഞാൻ നമ്മുടെ ഈ കറിയിലേക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പാകത്തിന് പുളി എന്നിവയൊക്കെ കൂടെ ചേർക്കുകയാണ്. പുളി സാദാ പുളിയാട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. കുടംപുളിയൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ സാദാ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് നന്നായിട്ട് ഞെരടി നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഈ നേരത്തെ തന്നെയാണ് പാകത്തിന് ഉപ്പൊക്കെ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ എൻ്റെ പുളിവെള്ളം കൂടി നമുക്കിതിൽ കൂടി ചേർക്കാം. ഒന്നും കൂടി പോവാനോ കുറഞ്ഞു പോവാനോ ഇരിക്കരുത്. എല്ലാം ഒരു കൈക്കണക്കിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എനിക്കത് പറഞ്ഞു തരാൻ അറിയില്ല. നിങ്ങൾ ഇത്ര മീനാണോ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം കേട്ടോ കൂട്ടുകാരെ. ഞങ്ങളെ കൂട്ടുകാരൻ്റെ ഇടയ്ക്കുള്ള ഒരു വർത്തമാനങ്ങളാണ് കേട്ടോ. ചോറുണ്ണാനൊക്കെ ഇരിക്കുമ്പോൾ ഇന്നൊരു കൊസറാട്ടി വെള്ളമാണ് വെച്ചിട്ടുള്ളതെന്നൊക്കെ. അങ്ങനെ ഒരു കൊസറാട്ടി വെള്ളമാണ് കേട്ടോ. പ്രത്യേകിച്ച് അതിന് കുറേ സാധനങ്ങളൊന്നും വേണ്ട. മുളകും പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ ഉള്ള ചെറിയ ചെറിയ ഐറ്റംസുകളൊക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കൊസറാട്ടി വെള്ളമാണ് ഇന്നത്തെ. മീൻപുളി എന്നൊക്കെ മുളക് ഇടുക എന്നൊക്കെ പറയും. മീൻപുളി വയ്ക്കുക പുളി വയ്ക്കുക എന്ന് പറയുമ്പോൾ പച്ചക്കറി ആണെങ്കിലും പച്ചക്കറിയല്ല ഒരു പുളി ഇട്ടൊരു കൂട്ടാൻ വെക്കാറുണ്ട് ഇവിടെ ഈ പാലക്കാട് ഭാഗത്തൊക്കെ കേട്ടോ. പിന്നെ കുഞ്ഞമത്തി ആയ കാരണം മുളക് തന്നെയാണ് നല്ലത്. തേങ്ങ അരച്ച് വെച്ചാലൊന്നും നന്നാവില്ല. അപ്പോൾ കുറച്ചും കൂടി കറി ആവാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ കറി ഒന്ന് വറ്റും വേണ്ടേ. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഉപ്പും പുളിയും ഒക്കെ പാകത്തിനാണ് കേട്ടോ. ഇനി ബാക്കി ഞാനത് സ്റ്റൗവുമ്മലാണെന്ന് കറി വെക്കുന്നത്, അടുപ്പിലല്ല. അപ്പോൾ സ്റ്റൗവൊക്കെ കത്തിച്ച് കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതവിടെ നിന്ന് തിളയ്ക്കട്ടെ. തിളച്ച് വരുമ്പോഴേക്കിന് നമുക്ക് മീൻ പൊരിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ഞാൻ മീൻ പൊരിക്കാനുള്ളത് അടുപ്പത്താണ് വെക്കുന്നത്.
പുതിയ ചീനച്ചട്ടിയാണ് കേട്ടോ. പുതിയ ചീനച്ചട്ടിയാണ് ഞാനിന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് മയക്കിയെടുക്കാനൊക്കെ സിമ്പിളായിട്ടാണ്. പക്ഷെ എന്ന് വെച്ചാൽ പെട്ടെന്ന് മയങ്ങി കിട്ടുകയും ചെയ്തു കേട്ടോ. ഇതിപ്പോൾ ഇന്നലെ കൊണ്ടുവന്നത് ഇന്ന് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്നലെ രാത്രി ആകുമ്പോൾ ചീനച്ചട്ടി ഞാൻ മയക്കിയൊക്കെ എടുത്തു കേട്ടോ. നമ്മൾ സവാളയാണ് ലാസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്തതിന് ശേഷമാണ് പിന്നെ അത് ഉപയോഗിക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഈ ചട്ടി ഉപയോഗിക്കുന്നവർ നല്ല സിമ്പിളാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ എൻ്റെ ചീനച്ചട്ടി. നമുക്ക് എന്ത് കറി വെക്കാനും എന്ത് ഉപ്പേരി വെക്കാനും ഒക്കെ ഇതിൽ പറ്റും. പക്ഷെ അടുക്കി പിടിക്കില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉപയോഗത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഓരോ പാത്രങ്ങളും ഉണ്ടാവുക. ഇനിയെന്ന് വെച്ചാൽ ഞാനിത് ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇന്നലെ കൊണ്ടുവന്ന് ഇന്നാണ് ഉപയോഗിക്കുന്നത്. അടുക്കി പിടിക്കുകയോ ഒന്നും അറിയില്ല. അപ്പോൾ ആ ഒരു ടെൻഷനുണ്ട്. കാരണം വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നതായതുകൊണ്ട് കേട്ടോ കൂട്ടുകാരെ. പിന്നെ ഈ ചീനച്ചട്ടിക്കാണെങ്കിൽ പെട്ടെന്ന് ചൂടാവും ചെയ്യും. പക്ഷേ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്കും തലയ്ക്കൊക്കെ ആയിട്ട് ഞാൻ ചീനച്ചട്ടി ഇതാ ചെരിച്ച് വെച്ച് കൊടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ആദ്യമായിട്ടാണ് ഞാനിതിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാ മീനൊന്നും ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫോൺ ഒരു കയ്യിലാണ്, ഒരു കൈ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ നല്ല അടിപൊളി ചട്ടിയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി, ഒന്നും പറയാനില്ല. ചട്ടി മയങ്ങി കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയതുമായിട്ട് ഒന്നുമില്ല. പിന്നെ ആണെങ്കിൽ മത്തിക്കാണെങ്കിൽ നല്ല നെയ്യും ഉണ്ട്. അപ്പം അതിൻ്റെ ഇതൊക്കെ ഇതാ കാണിക്കണേ. ഇനി അപ്പോഴേക്കിന് നമ്മുടെ മീൻ കൂട്ടാനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയെന്ന് വെച്ചാൽ ഒന്നും കൂടി വറ്റണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലാണ്. അപ്പോൾ ഇനി വറ്റൊന്നും വേണ്ട. ഒന്നുകൂടി തിളച്ചതിന് ശേഷം ഞാൻ മീൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പുറം വന്നിട്ട് നമ്മുടെ അടുപ്പയിലിരിക്കുന്ന മീൻ എന്താ പറയുക എടുത്ത് മാറ്റുവാണ്. പക്ഷേ ഈ ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ ചട്ടകവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. എന്നാലും വേണ്ടിയില്ല, ഞാനിതൊക്കെ എടുത്തപ്പോൾ അതാ ചട്ടിയിൽ നിന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതിൽ കൂടെ വറുത്ത് വെക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ കാണിക്കുകയാണ്. ഇനി എന്ന് വെച്ചാൽ സ്റ്റൗമ്മേ കൂട്ടാനിരിക്കുന്നുണ്ട്. ആ കൂട്ടാനിൽ മീൻ ചേർക്കാനുള്ള സമയമായിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഈ ഭാഗത്തേക്ക് പോവാം. കണ്ടോ നല്ല അടിപൊളിയായിട്ട് മീൻ കിട്ടിയിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ടാണ്. ബാക്കിയുള്ള മീൻ ഞാൻ ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തേക്ക് പോവാം കേട്ടോ. ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന ഓരോ ഭക്ഷണത്തിനും അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട് കേട്ടോ കൂട്ടുകാരെ. അങ്ങനെ ഞാൻ മത്തി ഒന്നും കൂടെ കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. മത്തിയൊക്കെ ഒന്ന് ഒരു തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ മത്തി എടുക്കാം. അപ്പോൾ കുഞ്ഞമത്തിയാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് തിളച്ചതാവട്ടെ. ചില കറികൾ വെക്കുമ്പോൾ ആ കറിയുടെ മസാല തിളയ്ക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മുളകിടുമ്പോൾ, മത്തി മുളകിടുമ്പോഴും ഒരു നല്ലൊരു മണമാണ് നമ്മൾ അടുക്കള. ഈ കൂട്ടാന് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനും ഒക്കെ പറ്റും. പിന്നെ കലക്കി ചുട്ട ദോശയ്ക്കും പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ള കറിയാട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി ഞാൻ ഇതിലേക്ക് പ്രത്യേകിച്ച് പച്ച വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കുന്നില്ല. സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് അടച്ച് വെക്കാം കേട്ടോ കൂട്ടുകാരെ. ഇനി അപ്പോൾ നമ്മളെ കറി ഇവിടെ ഏകദേശം ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മുടെ ചട്ടി ആവുമ്പോൾ കുറച്ച് നേരം തിളച്ചുകൊണ്ടിരിക്കും. അതൊന്ന് അടച്ചിരിക്കാം. കാരണം കറിവേപ്പില ഇട്ട കാരണം അതിനുള്ളിൽ കിടന്നിട്ടൊന്ന് സെറ്റ് ആകുമ്പോഴാണ് നമ്മുടെ കറിക്ക് ആ കറിവേപ്പിലയുടെ ചൊവയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഇതാണ് ഇന്നെൻ്റെ ഉച്ചക്കത്തെ കൂട്ടാനും മീൻ വറുത്തത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂട്ടുകാരെ. നിങ്ങളുടെ വിലയേറിയ ഓരോ നിർദ്ദേശങ്ങളും സപ്പോർട്ടും എനിക്കുണ്ടാവണം. എങ്കിൽ മാത്രമല്ലേ ഞാനും ഒന്ന് മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ എല്ലാവരും ഊണ് കഴിച്ച് എന്നൊക്കെ വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഒരു മത്തിയുടെ കൊസറാട്ടി വെള്ളം എന്നൊക്കെ പറയാം. മീൻ വറുത്തതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. കൂട്ടാനും നന്നായിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ടുള്ള കൂട്ടാനാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. മത്തി ഉടഞ്ഞിട്ടൊന്നുമില്ല. കുഞ്ഞമത്തിക്കറിയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ കൂട്ടുകാരെ. എങ്കിലും മാത്രമല്ലേ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോന്നും കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നുള്ളൂ. അപ്പോൾ നല്ലൊരു ദിവസം.